ഹായ് ഹലോ, കുറച്ചൊക്കെ ആയില്ലേ ലോങ് വീഡിയോ ആയിട്ട്. അപ്പോൾ നമുക്കൊന്നൊരു ലോങ് വീഡിയോ ആയാലോ. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണേ നമ്മുടെ ഈ റംബൂട്ടാൻ കായ്ക്കുന്നത്. അത്യാവശ്യം കുറച്ച് കായൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ വെയിലൊക്കെ ആയതുകൊണ്ട് നല്ല പോലെ കൊഴിഞ്ഞു പോകുന്നുണ്ടേ. കിളിക്കൂടിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതാണ് ഇത്ര സൗണ്ട്. ഏകദേശം ഇത്ര സൈസൊക്കെ ആകുമ്പോഴത്തേനും എല്ലാം നല്ലപോലെ കറുത്തിട്ട് ഇങ്ങനെ കൊഴിഞ്ഞു പോവാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ റംബൂട്ടാനുണ്ടോ? അവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനിവിടെ കുറച്ച് ചീര നട്ടിട്ടുണ്ട്, അപ്പോൾ അത് പൊട്ടിച്ചെടുക്കാൻ വേണ്ടി പോവാണെന്ന്. ചെറിയൊരു തോരൻ വെച്ചാലും. ഇപ്പം നിങ്ങൾ വിചാരിക്കും കുറേ അധികം ചീര ഉണ്ടെന്ന്, പക്ഷെ അത്രയൊന്നുമില്ല, കുറച്ച് ചീര മാത്രമേ. അപ്പോൾ ഞാൻ കാണിക്കാം. ഇത്രയും ചീരയാണ് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ഒരു കൈ കൊണ്ട് കട്ട് ചെയ്യുന്നു, ഒരു കൈ കൊണ്ട് ഫോണിൽ വീഡിയോ എടുക്കുന്നു. കുറച്ച് ടാസ്ക് ആയിരുന്നു, എന്നാലും ഞാൻ അതിസാഹസികമായി അതെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചച്ചീരയും അതുപോലെ തന്നെ 2-3 ചുവന്ന ചീര ഉണ്ടായിരുന്നു. കൊള്ളയില്ലേ, പച്ചകൾക്കിടയിൽ 2 ചുവന്ന ചീര. എനിക്കിത് കഴിക്കാൻ അങ്ങനെ ഇഷ്ടമൊന്നുമില്ല. നിങ്ങൾക്ക് ഇത് കഴിക്കാൻ ഇഷ്ടമാണല്ലോ എന്ന് കമൻറ്റ് ചെയ്യണേ. അതിൻ്റെ ഇടയിൽ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ചോരയൊന്നും വന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിനെ നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു ചീനച്ചട്ടിയിലോട്ട് കടുക് പൊട്ടിച്ച് കരിവേപ്പില ആഡ് ചെയ്ത് അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കീര ആഡ് ചെയ്ത് കൊടുക്കുവാണ്. പിന്നെ ഇതെനിക്ക് കഴിക്കാൻ ഒട്ടും ഇഷ്ടമല്ല. പിന്നെ നമ്മൾ നട്ടതല്ലേ, കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ. പിന്നെ കുറച്ച് വെന്ത് വന്നപ്പോഴത്തേനും അതിൽ സവാളയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കീരത്തോരൻ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ റെസിപ്പി പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.